വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. 2 ദിവസത്തിനകം കരടിയെ പിടികൂടാനാകുമെന്നാണ് വനം മന്ത്രി പറയുന്നത്. വയനാട് ജനവാസ മേഖലയിൽ തുടരുന്ന കരടി ഇതിനോടകം 50 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ഇന്നലെ വൈകിട്ടോടെ തരുവണ കരിങ്ങാരിയിൽ വനപാലക സംഘത്തിന് മുന്നിൽ കരടി പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് രാത്രിയോടെ വനം വകുപ്പ് ദൌത്യം അവസാനിപ്പിച്ചു. എന്നാൽ അർദ്ധരാത്രി കാരക്കാമല മാങ്കാടി തറവാട്ടിലെത്തിയ കരടി കതക് തകർത്ത പഞ്ചസാര പാത്രവുമായി കടന്നുകളഞ്ഞു. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അകലെയായി പനമരം കീഞ്ഞുകടവിലാണ് ഇന്നു പുലർച്ചെ 3 മണിയോടെ നാട്ടുകാർ വീണ്ടും കരടിയെ കണ്ടത്. ഇന്നലെ ഒരു 3 മണി കാണും വെളുപ്പിന് അമ്മമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴാണ് കരടീനെ കാണുന്നത്. കീഞ്ഞാട് പാലത്തിനടുന്നാണ് കരടീനെ കണ്ടത്. എന്റെ വണ്ടിയായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നു. എന്റെ വണ്ടിയിൽ നിന്ന് കണ്ട് അന്നേരം അത് റോഡിലായിരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ഇത് തിരിച്ച് റിട്ടേൺ വന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ 2 ദിവസത്തിനുള്ളിൽ പിടികൂടുമെന്നും കരടിയെ പിടികൂടാനുള്ള ദൌത്യത്തിൽ പ്രദേശവാസികൾ വനം വകുപ്പുമായി സഹകരിക്കണമെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വെടിവെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് കരടിയെ എത്തിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വളരെ ജാഗ്രതയോടുകൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിനോട് സഹകരിച്ചാൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ഈ കരടിയെ പിടികൂടാനാകുമെന്ന ആത്മവിശ്വാസമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. പനമരം പുഴയോട് ചേർന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലുമെല്ലാം കരടിക്കായി വനം വകുപ്പ് ജീവനക്കാരും RRT ടീം അംഗങ്ങളും തിരച്ചിൽ തുടരുകയാണ്. 4 ദിവസമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി സഞ്ചരിച്ചത് 50 കിലോമീറ്ററിലേറെ. രാത്രിയും പകലും നിർത്താതെ സഞ്ചരിക്കുന്ന കരടിയെ മയക്കുവെടി വെക്കുക എന്ന പ്രതിസന്ധിയാണ് വനം വകുപ്പിന് മുന്നിലുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.